സ്പാഡെക്സ് പരീക്ഷണം വിജയകരമായാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. റഹീസ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായല്ലോ. ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും. എന്താണ് ഈ നിമിഷം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, ചരിത്ര നിമിഷത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും പൂർത്തിയായി. ഇനി ഏതാണ്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ ഇന്ത്യ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ISRO അതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളൊക്കെയും ഏറ്റെടുത്ത് പൂർത്തീകരിച്ച ഒരു വർഷമാണ് 2024. അതിൻ്റെ അവസാനം എത്തുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കപ്പെടുന്ന മറ്റൊരു പരീക്ഷണത്തിന് കൂടി ISRO അത് തുടക്കം കുറിക്കുകയാണ്. കൃത്യം 3 മിനിറ്റ് കഴിയുമ്പോൾ സ്പേസ് ഡോക്കിംഗ് എന്നുള്ള 3 രാജ്യങ്ങൾ മാത്രം ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള അതിന് കഴിഞ്ഞിട്ടുള്ള ഒരു പട്ടികയിലേക്ക് ഇന്ത്യ കൂടി ആ ഒരു ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായി മാറുകയാണ്. അതായത് ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് ഇന്ത്യ അതാ നടന്നു കയറാൻ പോകുന്നു. അതിന് പിടിക്കുന്നത് ഇന്ത്യയുടെ കരുത്തനായ PSLV-60 ആണ്. 220 കിലോഗ്രാം ഭാരമുള്ള 2 ഉപഗ്രഹങ്ങളെയാണ് ഇന്ത്യ ഇപ്പോൾ PSLV-C60യിലൂടെ ISRO ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ പോകുന്നത്, അതിൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്. 2 മിനിറ്റ് 25 സെക്കൻഡ് മാത്രം സമയമെന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ബഹിരാകാശത്തേക്ക് ഇതിനെ എത്തിക്കുക, ശേഷം അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷം അതിൻ്റെ ദൂരം, 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ആ ഒരു ദൂരം കുറച്ച് കൊണ്ടുവന്ന് അവസാനം അതിനെ ഡോക്കിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അതിനുശേഷം അതിനെ ഡോക്കിങ്ങിൽ നിന്നും അത് പഴയ സ്ഥിതിയിലേക്കാക്കി മാറ്റുക കൂടി ചെയ്യുന്ന ഒരു ദൗത്യത്തിലേക്കാണ് ISRO കടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമാകുന്നത് ബഹിരാകാശ നിലയം എന്നുള്ള ഇന്ത്യയുടെ സ്വപ്നം അത് വരും വർഷങ്ങളിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമെന്ന് ഏറെ പ്രതീക്ഷയോടെ രാജ്യം കാത്തിരിക്കുന്നതാണ്. അതിലേക്കുള്ള ചുവടുവടി, ഒപ്പം തന്നെ ഗഗൻയാൻ, ഈ ചന്ദ്രയാൻ ദൗത്യങ്ങൾക്കൊക്കെയും ഈ സ്പേസ് ഡോക്കിംഗ്. ശരി റഹീസ്, ഏതാനും മിനിറ്റുകൾ, 1 മിനിറ്റ് ഏതാണ്ട് 40 സെക്കൻഡ് കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. റഹീസ് അവിടെ തുടരുക.